CPM രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാൻ തീരുമാനം എടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്നും ചേരുന്നത്. അരുൺ, എന്താണ് CPMന്റെ തീരുമാനം? ഒരു സീറ്റ് CPIക്കും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് CPIക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും വിട്ടുകൊടുക്കാനുള്ള തീരുമാനം ആയോ? ഈ ഇടതുമുന്നണി നേതൃയോഗത്തിൽ അതാണ് തീരുമാനം. 3 കക്ഷികളാണ് ഇന്ന് യോഗത്തിൽ സീറ്റ് ആവശ്യം ഉന്നയിച്ചത്. CPIയും കേരള കോൺഗ്രസ് എമ്മും RJD കുറച്ച് കടുപ്പമുള്ള ഭാഷയിലാണ് യോഗത്തിൽ പറഞ്ഞത്. എല്ലാ തവണയും ഞങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള വിമർശനം RJD ഉന്നയിച്ചു. ഒടുവിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പ്രത്യേക സാഹചര്യത്തിൽ തർക്കങ്ങൾക്കൊന്നും പോകുന്നില്ല, 2 സീറ്റ് ഒന്ന് CPIക്കും ഒന്ന് കേരള കോൺഗ്രസ് എമ്മിനും നൽകാനാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ യോഗത്തെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ ഇത്തവണ CPM വിട്ടുവീഴ്ച ചെയ്യുന്നു. രാജ്യസഭയിലേക്ക് ജോസ് കെ മാണിയും CPIയുടെ പ്രതിനിധിയും പോകും. CPIയുടെ പ്രതിനിധി ആരും അല്പസമയത്തിനകം പ്രഖ്യാപനമുണ്ടാകും. ആനി രാജയുടെ പേരുൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആനി രാജ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മികച്ച മത്സരം കാഴ്ചവെച്ച സ്ഥാനാർത്ഥി എന്ന ഒരു വിലയിരുത്തൽ കൂടി നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആനി രാജയെ പാർലമെന്റിലേക്ക് അയക്കണമെന്ന ആവശ്യം CPI ശക്തമാണ്. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇപ്പോൾ PS സ്മാരകത്തിൽ പുരോഗമിക്കാൻ അല്പസമയത്തിനകം പ്രഖ്യാപനം ഉണ്ടായേക്കും. ഏതായാലും CPM വിട്ടുവീഴ്ച ചെയ്യുന്നു. കേരള കോൺഗ്രസ് എമ്മും അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് രാജ്യസഭാ സീറ്റ് വിഭജന വിഷയത്തിൽ ഈ അടുത്ത കാലത്തെങ്ങും CPM ഈ തരത്തിലേക്ക് ഘടകകക്ഷികൾക്ക് വേണ്ടി CPMന്റെ സീറ്റ് ഉറപ്പിച്ച് ഘടകകക്ഷികളുടെ സീറ്റിലല്ലാതെ CPM അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു സീറ്റ് ഉറപ്പിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? 2000 ഒടുവിൽ CPM തങ്ങളുടെ സീറ്റ് വിട്ടുവീഴ്ച ചെയ്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകകക്ഷിക്ക് വേണ്ടി മാറിക്കൊടുത്തു. 2000 അത് RSPക്ക് വേണ്ടിയായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് CPM ഈ രീതിയിൽ ഒരു വിട്ടുവീഴ്ച തയ്യാറാകുന്നത്. പ്രത്യേക സാഹചര്യം മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേക സാഹചര്യത്തിൽ ഈ RSPക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴും അത് ലോക്സഭാ സീറ്റ് എടുത്ത ശേഷമുള്ള വിഷയമല്ലേ? അത് RSPയുടെ ലോക്സഭാ സീറ്റ് CPM ഏറ്റെടുത്ത ശേഷമല്ലേ അങ്ങനെ ഉണ്ടായത്? അത് തന്നെയാണ്. എങ്കിൽ പോലും ആ രീതിയിൽ ഒരു സീറ്റ് വിട്ടുകൊടുക്കാനെങ്കിലും ആ രീതിയിലും CPM തയ്യാറായത് വർഷങ്ങൾക്ക് മുമ്പാണ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പാണ്. പക്ഷേ ഇപ്പോൾ വളരെ വ്യത്യസ്തമാണ് സാഹചര്യങ്ങൾ. CPMന് ഇത്തവണ ഒരു സീറ്റ് മാത്രമാണ് കേരളത്തിൽ ലോക്സഭയിലേക്ക് വിജയിക്കാനായത്. ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം മത്സരിച്ച ഏക സീറ്റിൽ അവർ പരാജയപ്പെടുകയും ചെയ്തു. എന്നിട്ടും CPMന് ഇത്തവണ ആ സീറ്റ് അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ചു തന്നെയാണ്. കേരള കോൺഗ്രസ് എം UDFിലേക്ക് കേരള കോൺഗ്രസ് എമ്മിനെ അവരുടെ KPCയുടെ അധ്യക്ഷനെ സ്വാഗതം ചെയ്യുന്നു. BJP അവർക്ക് ഓഫറുകൾ വയ്ക്കുന്നു. കേരള കോൺഗ്രസ് എം കോട്ടയത്ത് സിറ്റിംഗ് സീറ്റിൽ പരാജയപ്പെട്ടത് വലിയ തിരിച്ചടിയായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നു. അവിടെ ഇടതുമുന്നണി വിട്ടുപോകണമെന്ന ആവശ്യം ആ പാർട്ടിയിൽ രഹസ്യമായും പരസ്യമായും ഒക്കെ ഉയർന്നു വരുന്നു. ആ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിനെ പിണക്കുന്നു ഉചിതമല്ലാത്ത തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുകയായിരുന്നു. ശരി, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വിജയിക്കുന്ന 2 രാജ്യസഭാ സീറ്റുകൾ ഇടതുമുന്നണിയിൽ നിന്നും ഒന്ന് CPIയും ഒന്ന് കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. CPMന്റെ സീറ്റ് CPM വിട്ടുകൊടുക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണിയും CPIയിൽ നിന്ന് ആരാണെന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ തന്നെ പാർട്ടി തീരുമാനം പുറത്തുവരും. വി അരുണാണ് വാർത്തയുടെ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.